ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കുമരകത്ത് ബോട്ടേ കയറി. എങ്ങനെയാ പോകുന്നത്? നമ്മൾ ഫസ്റ്റ് ബുള്ളറ്റ് എടുത്തിട്ട് നേരെ ബോട്ടിൻ്റെ അവിടെ കൂടെ പോകും. എന്നിട്ട് ബോട്ടിൻ്റെ അകത്ത് വണ്ടി കയറ്റിയിട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് വണ്ടി കയറ്റി ഇറങ്ങിയിട്ട് മുഹമ്മ കുമരകം ബോട്ടില് ടൂലർ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷെ ഞങ്ങൾ 3 പേരും കൂടെ ബുള്ളറ്റിൽ പോകാൻ പറ്റില്ല. അപ്പൊ സ്കൂട്ടർ നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നി. അതാകുമ്പോ മോളെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് ബോട്ടിൽ അത് ക്യാരി ചെയ്തിട്ട് പോകാം. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി നമ്മൾ ബോട്ടിൽ നിന്ന് സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കുമരകത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് കിടക്കുന്ന ബോട്ട്. ഇവിടെ റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ടൂ വീലർ ഇതിനകത്തേക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഫെറി സർവീസ് പോലെ ഒരു 10ഓളം സ്കൂട്ടറുകൾ ഈ ബോട്ടിൽ കയറ്റിക്കൊണ്ട് കുമരകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. കാരണം ആലപ്പുഴയിൽ നിന്നും എറണാകുളത്ത് നിന്നും ടൂ വീലർ വരുന്നവർക്ക് മുഹമ്മ ജെട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ടൂ വീലർ ഇതിൽ ക്യാരി ചെയ്തുകൊണ്ട് പോവാം. നിങ്ങൾക്ക് സമയവും ലാഭമാണ്, പെട്രോൾ ലാഭമാണ്. ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് കിട്ടുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുമരകത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. കുമരകത്ത് പോകാൻ വേണ്ടി ബോട്ടേ കയറി. അപ്പോൾ വണ്ടി ബോട്ടേ നോക്കാൻ പറ്റും. അപ്പോൾ വണ്ടി ബോട്ടേ വെച്ചിട്ട് നമ്മൾ 1:30ക്കുള്ള ബോട്ടിലാണ് കയറിയിരിക്കുന്നത്. അപ്പം ശ്രാങ്ക വന്നിട്ടുണ്ട്. ബോട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് അപ്പം നമ്മൾ കുമരകത്തേക്കുള്ള യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഓരോ അരമണിക്കൂറുകൾക്ക് ഉള്ള ഇടവേളകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് സർവീസ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇതില് ഫേസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന് നല്ല സൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലും അത് കേൾക്കാൻ സാധിക്കും. ബോട്ടിലെ എഞ്ചിന് അത്യാവശ്യം നല്ല നോയ്സിയാണ്. പാതിരാമണൽ ഐലൻഡാണ് നമ്മളിപ്പോൾ കണ്ടത്. എഞ്ചിന്റെ നോയ്സ് ഉണ്ടെങ്കിലും നമ്മളത് യാത്ര തുടങ്ങി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അത് മറക്കും. കാരണം എന്ന് വെച്ചാൽ നല്ല രസകരമായ കാഴ്ചകളാണ് ഇരു വശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഹമ്മയിൽ നിന്ന് കുമരകം വരെ ഒരാൾക്ക് 16 രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റാണ്, അത് 8 രൂപ. പിന്നെ നമ്മൾ ടൂ വീലർ കൊണ്ടുപോകുന്നതിന് ഒരു വണ്ടിക്ക് 25 രൂപ വെച്ചിട്ടാണ് ബോട്ടിൽ ചാർജ് ചെയ്യുന്നത്. ഈ സർവീസിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നോർമലി ടൂ വീലറിൽ 2 പേര് വന്നു കഴിഞ്ഞാൽ 2 പേർക്കും സ്കൂട്ടറിന്റെ ചാർജും കൂടെ ചേർത്ത് ഏകദേശം 57 രൂപയെ നമുക്ക് ചാർജ് ആവുന്നുള്ളൂ. ഈ ബോക്സ് പോലെ കാണുന്ന ഭാഗത്തിന്റെ അടിയിലാണ് ബോട്ടിന്റെ എഞ്ചിൻ ഇരിക്കുന്നത്. വൈബ്രേഷന്റെ സൗണ്ട് കേൾക്കാം. നമുക്ക് സപ്പോർട്ടായിട്ട് പിടിക്കുന്ന കമ്പിയാണ്, അതും നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം വേമ്പനാട് കായലിന്റെ മധ്യഭാഗത്തായി എത്തിയിരിക്കുകയാണ്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ബോട്ടിലധികം തിരക്കുണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാവിലെയും വൈകിട്ടും ഇങ്ങനെ ഇരിക്കില്ല. ബോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. കാരണം ജോലിക്ക് പോകുന്നതും മത്സ്യബന്ധന തൊഴിലാളികളും ഒത്തിരി ആൾക്കാർ ഈ സർവീസ് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കുമരകം ബോട്ട് ജെട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ടൂ വീലർ പുറത്തേക്ക് ഇറക്കാം.
ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ കയറാൻ പോകില്ല. നമ്മൾ നേരത്തെ വന്ന സ്ഥലം ഒത്തിരി നടക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ആ വീഡിയോ ഇട്ടിട്ടുള്ള നല്ല വ്യൂസ് ഒക്കെ വന്നു. എൻ്റെ ഉടുമ്പ് കടിക്കാൻ വന്നത്. ഓക്കെ, അവ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇവിടുന്നാണ്, തറവാട് ടോഡി പാർലർ. നോർമലി നമ്മൾ പലവട്ടം ഇതിനു മുമ്പും കുമരകത്ത് വന്നിട്ടുള്ളപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് കിളിക്കൂട് എന്ന് പറയുന്ന വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊന്ന് ടേസ്റ്റ് മാറ്റി പിടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ നോക്കാം. ഈ മെനുവിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ലൈവ് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്നൊക്കെ കക്കറച്ചി അതാണ് ഇഷ്ടം. പൊറോട്ട കഴിക്കാൻ വേണ്ടി ഇവിടെ വരെ വരണം. നമ്മുടെ അവിടെ പൊറോട്ട കിട്ടത്തില്ലേ? പൊറോട്ട എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല. അപ്പാണോ? കരിമീൻ പൊള്ളിച്ചത് ഇഷ്ടമാണോ? മേടിക്കാം. സന്തോഷായോ? സന്തോഷായോ? ചൂടാ, നല്ല ചൂടാ. കുട്ടി സൂപ്പറാണോ? വേണോ? കഴിച്ചു നോക്കണോ? പാവം ക്ഷീണിച്ചു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബോട്ടിന്റെ സമയക്രമമാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ഇനി കുമരകത്ത് നിന്ന് മുഹമ്മയ്ക്ക് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ ശ്രമകരമായിട്ടുള്ളൊരു പണിയാണിത്. ഇപ്പം ഞാൻ ഹൈ സ്പീഡിൽ വീഡിയോ പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് അത് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. ഇത് അത്യാവശ്യം നല്ല സമയമെടുത്തിട്ടാണ് അവർ ബോട്ട് തിരിച്ച് ജെട്ടിയിലേക്ക് അടുപ്പിക്കുന്നത്. നമുക്ക് കാണാം, ഫ്രണ്ടിൽ നിന്ന് ഒരാൾ കയറുവിട്ട് വലിക്കുന്ന അതേ ടൈമിൽ തന്നെ പുറകിൽ നിന്ന് ഒരാൾ വലിയ മുളവടി വെച്ചിട്ട് ബോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് എൻജിൻ ഓൺ ചെയ്ത് അവർ റിവേഴ്സിലിട്ടിട്ട് ബോട്ട് ജെട്ടിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെയല്ല, തിരിച്ചു പോകുന്ന ട്രിപ്പിൽ അത്യാവശ്യം ബോട്ടിൽ നല്ല തിരക്കുണ്ട്. തന്നെ ഒത്തിരി ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അമ്മ റെഡിയാ നിൽക്കും.
അപ്പൊ നമ്മുടെ മടക്കയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ബോട്ട് സ്റ്റാർട്ടായി മൂവ് ചെയ്യാൻ തുടങ്ങി. ബസ്സിലെ ക്ലീനറിനെ പോലെയാണ് ബോട്ടിലെ ലാസ്കർ. അപ്പൊ അവര് കടലിൽ നിറഞ്ഞ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നതാണ് കണ്ടത്. ഈ കാണുന്ന കുരിശടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. നമ്മുടെ പതിരാമണൽ വീഡിയോയിലും ഈ സ്ഥലം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് സ്പടികം സിനിമയിലെ ആടുതോമനെ തുരപ്പൻ ബാസ്റ്റ്യൻ തിമലത്തുന്ന ആക്ഷൻ സീൻ എടുത്ത ലൊക്കേഷനാണ്. സ്പടികം സിനിമയുടെ ഒത്തിരി ലൊക്കേഷനുകൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. കുമരകം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ടൂറിസ്റ്റ് മാപ്പിൽ ഒഴിച്ചുകൂടാനാവാത്ത വളരെ പ്രാധാന്യമേറിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുമാണ് കുമരകം. വിദേശികളും സ്വദേശിയുമായിട്ടുള്ള ഒത്തിരി സഞ്ചാരികൾ എല്ലാ വർഷവും ഇവിടെ വന്നു പോകുന്നുണ്ട്. താജിൻ്റെ ഉൾപ്പെടെയുള്ള 5 സ്റ്റാർ ഹോട്ടലുകളും അങ്ങനെ ഒത്തിരി റിസോർട്ടുകളും ഈ പ്രദേശത്ത് ഒത്തിരി ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സന്തോഷത്തിൻ്റെ കൂടെ കുമരകത്തിന് ഒരു സങ്കടത്തിൻ്റെ ഒരു ചരിത്രം കൂടെ പറയാനുണ്ട്. കാരണം ഒരു ഏകദേശം 2002 കാലഘട്ടത്തിൽ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഒരു ബോട്ട് അപകടം നടന്നിട്ടുണ്ട്. കുമരകം ബോട്ട് അപകടം എന്നാണ് അത് അറിയപ്പെടുന്നത്. അന്ന് ഏകദേശം ഒരു 29 ആൾക്കാരോളം ആ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. അതിൽ ഏകദേശം ഒരു 19 സ്ത്രീകളും 9 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞുകുട്ടിയും മരണമടഞ്ഞു. അത് ഓർത്തിരിക്കാനുള്ളൊരു കാരണം ഞാൻ ആലപ്പുഴക്കാരനായത് കൊണ്ട് മാത്രമല്ല, ഈ ദുരന്തം നടന്ന ദിവസം ലാസ്റ്റ് ഗേഡ് സർവന്റിന്റെ ഒരു PSC പരീക്ഷ ഓൾ കേരള നടക്കുന്നുണ്ടായിരുന്നു. അന്ന് കോട്ടയം സെന്റർ കിട്ടിയ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഈ ബോട്ട് സർവീസിനെയാണ് ആശ്രയിച്ചത്. അന്ന് രാവിലെ 6:30 ഇവിടുന്ന് പുറപ്പെട്ട ബോട്ട് അമിതമായ തിരക്ക് കാരണം മണൽത്തിട്ടയിൽ ഇടുക്കുകയും മറിയുകയാണ് ഉണ്ടായത്. അന്ന് ഞങ്ങൾ പഠിച്ചിരുന്ന ട്യൂഷൻ സെന്ററിലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട 1-2 അധ്യാപകർ ഈ എക്സാം എഴുതാൻ ഈ ബോട്ടിലാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഈ ദുരന്ത വാർത്ത കേട്ടിട്ട് ഞാനിപ്പോഴും ട്യൂഷൻ സെന്ററിൽ പോയി അവർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ച് ടെൻഷൻ അടിച്ചു നിന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. പക്ഷെ ബോട്ടിൽ അമിതമായ തിരക്ക് കണ്ടിട്ട് അവര് സർവർ പേടിച്ച് ബോട്ടിൽ കയറിയില്ല. അങ്ങനെ അവര് ആ ദുരന്തത്തിൽ പെടാതെ രക്ഷപ്പെട്ടു. അപ്പൊ എല്ലാവരും മറ്റു ജോലികളൊക്കെ കിട്ടി റിട്ടയർ ആയി. അങ്ങനെ നമ്മൾ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. യാത്രക്കാരെല്ലാം ഇറങ്ങി, 2 വീലർ വന്നവരൊക്കെ വണ്ടി പുറത്തേക്ക് ഇറക്കി. അടുത്ത് തിരിച്ച് കുമരകത്തേക്ക് പോകാനുള്ള യാത്രക്കാരൊക്കെ ബോട്ടിൽ കയറുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഉടനെ വീണ്ടും കാണാം. ബൈ.